Hi, hello, it's me Priya Hari Prasad. Once again, welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോസിംഗ് ഓഫ് എ ചെക്ക് ഓർ ക്രോസ്ഡ് ചെക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. അപ്പോൾ എന്താണ് ചെക്ക്, ഓപ്പൺ ചെക്ക് എന്താണ്, ക്രോസ്ഡ് ചെക്ക് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്. ഓക്കെ, അപ്പോൾ കോമൺ പീപ്പിൾ, അതേപോലെ തന്നെ ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് ട്രൈ ചെയ്യുന്നവർ, അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദെൻ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൽ അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ചെക്ക് എന്ന് ഫസ്റ്റ് പഠിക്കണം. ഓക്കെ, അപ്പൊ ചെക്കിനെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനിലാണ്? 123 to 131. ഓക്കെ, സെക്ഷൻ 123 to 131 അതുവരെയുമാണ് എന്താണ് ചെക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ചെക്ക് എന്ന് പറയുന്നത്? ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നിയർ മണിയുടെ കാറ്റഗറിയിലാണ് വരുന്നത് അല്ലെ. മണി വേറെയുണ്ട്, നിയർ മണി ഉണ്ട്. മണി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ സമയത്ത് വി കനോട്ട് റെഫ്യൂസ് ഇറ്റ്, അതിനെ നമുക്ക് നിരസിക്കാൻ കഴിയില്ല അല്ലെ. ട്രാൻസാക്ഷൻ സമയത്ത് മണി വി ഹാവ് ടു അക്സെപ്റ്റ് അല്ലെ, അതിനകത്ത് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ മോസ്റ്റ് ലിക്വിഡ് ഫോം ആണ് അത് അല്ലെ, ശരിയല്ലേ? ലിക്വിഡ് ഫോം ആണ് ക്യാഷ് എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത്. പക്ഷെ ചെക്ക് അങ്ങനെയല്ല, ലിക്വിഡ് ഫോം അല്ല. ശരിക്കും അത് എന്താണ്? അത് ഇറ്റ്സ് ആൻ ഓർഡർ ആണ്, അല്ലെങ്കിൽ ഒരു നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതൊരു ഓർഡർ ആണ് അല്ലെങ്കിൽ നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പം അത് എന്താണ് ഈ ഓർഡർ എന്ന് പറയുന്നത്? അതായത് ഒരു എമൗണ്ട് ഓഫ് മണി, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഒരു പേഴ്സണിൽ നിന്നും ഇനിയൊരു പേഴ്സണിലേക്ക് ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ ആണ് ശരിക്കും പറഞ്ഞാൽ ചെക്ക് എന്ന് പറയുന്നത് അല്ലെ. പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു ട്രാൻസാക്ട് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ അല്ലെ. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഒരു വ്യക്തിയിൽ നിന്നും ഇനിയൊരു വ്യക്തിയിലേക്ക് ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ആണത് ശരിക്കും പറഞ്ഞാൽ, ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയർ മണിയുടെ കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ് ഈ ചെക്ക് എന്ന് പറയുന്നത്. ഇനി ചെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് ചെക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആ ചെക്കിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡ്രോവർ, ഡ്രോയി ആൻഡ് പേയി അല്ലെ. ഡ്രോവർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോവർ എന്ന് പറഞ്ഞാൽ ആ ചെക്കിൽ സൈൻ ചെയ്യുന്ന അത് ആരാണോ അതാണ് അയാളാണ് ഡ്രോവർ എന്ന് പറയുന്നത്. ചെക്കിൽ സൈൻ ചെയ്യുന്ന ദ പേഴ്സൺ ഹൂ സൈൻഡ് ഇൻ ദ ചെക്ക്, ചെക്കിൽ സൈൻ ചെയ്ത ആളാണ് ഡ്രോവർ എന്ന് പറയുന്നത്. ദെൻ ഡ്രോയി എന്ന് പറയുന്നത് ബാങ്കർ ആണ് അല്ലെ. ആരാണോ ക്യാഷ് ട്രാൻസാക്ട് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ട് അത് ട്രാൻസാക്ട് ചെയ്യുന്നത്, അപ്പൊ ബാങ്കർ ആണല്ലോ. അപ്പൊ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ ആണ് ഡ്രോയി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി പേയി എന്ന് പറയുന്നത്, ഫൈനലി ഈ എമൗണ്ട് ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അതാണ് ആ വ്യക്തിയാണ് പേയി എന്ന് പറയുന്നത്. ആർക്കാണോ ഈ എമൗണ്ട് കിട്ടേണ്ടത് അല്ലെ, ഫൈനലി ആരുടെ കയ്യിലാണോ ഈ എമൗണ്ട് കിട്ടുന്നത്, ചെക്ക് മാറിയിട്ട്, അപ്പൊ അതാണ് പേയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡ്രോവർ എന്ന് പറയുന്നത് സൈൻ ചെയ്യുന്നയാളും, ഡ്രോയി എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ. ദെൻ തേർഡ് വൺ പേയി എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണോ പൈസ കിട്ടുന്നത്, ചെക്ക് മാറി പൈസ കിട്ടേണ്ട ആളാരാണോ അത്. ഓക്കെ, ഇനി നമുക്കറിയാം ചെക്കിൽ സൈൻ ഉണ്ടാവണം, ഡേറ്റ് ഉണ്ടാവണം, അതേപോലെ തന്നെ ചിലപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. എമൗണ്ട് മെൻഷൻ ചെയ്തിരിക്കണം. ചില സ്പെഷ്യൽ കേസിൽ ചെക്കിന്റെ ബാക്കിലും എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാമല്ലോ, സൈൻ ചെയ്യലും എമൗണ്ട് മെൻഷൻ ചെയ്യലും ഒക്കെ. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ചെക്കില് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ചെക്കും ക്ലോസ്ഡ് ചെക്കും. ഓക്കെ, ഓപ്പൺ ചെക്കും ക്രോസ്ഡ് ചെക്കും, അതാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന കാര്യം. എന്താണ് ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞാൽ? അത് നോർമൽ ചെക്കാണ്. അതിനകത്ത് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെക്കിന്റെ എമൗണ്ടും എന്താ പറയാ സൈൻ ചെയ്തിട്ടുണ്ടാവും ആൾ. അപ്പൊ നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്ക് അത് നമുക്ക് എന്താ പറയാ കൗണ്ടറിൽ നിന്നും ക്യാഷ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ ട്രാൻസാക്ട് ചെയ്ത് നമുക്ക് ക്യാഷ് കൈപ്പറ്റാനായിട്ട് കഴിയും. മനസ്സിലാവുണ്ടോ? വിഡ്രോ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ചെക്കാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരാൾ ചെക്ക് തന്നു, ഒരു 1000 റുപ്പീസിന്റെ ചെക്ക് തന്നു, അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്, 1000 റുപ്പീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഏത് ബാങ്കിലാണോ പറഞ്ഞിരിക്കുന്നത് അവിടെ ഞാൻ കൊടുത്തു. അപ്പം എനിക്ക് കൗണ്ടറിൽ നിന്നും ആ 1000 റുപ്പീസ് കിട്ടി. മനസ്സിലായോ? അപ്പം അത് ഓപ്പൺ ചെക്കാണ്. പക്ഷെ അതിനകത്ത് വേറെ ഒരു റൂൾസും ഒന്നുമില്ല. ഓപ്പൺ ചെക്കാണ്, ഞാൻ കൊണ്ടുപോകുന്നു, എനിക്ക് കൗണ്ടറിൽ ക്യാഷ് ആയിട്ട് തന്നെ എന്റെ കയ്യിൽ കിട്ടുന്നു. അങ്ങനെയുള്ള ചെക്കാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഓപ്പൺ ചെക്കിൽ തന്നെ ബിയറർ ചെക്ക് എന്നും പറയും കേട്ടോ. ബിയറർ ചെക്ക് എന്നും പറയും. ഓക്കെ, ഇറ്റ് ഈസ് പേയബിൾ ഓവർ ദ കൗണ്ടർ ഓൺ പ്രസന്റ്മെന്റ് ബൈ ദ പേയി
ടു ദ പേയിങ് ബാങ്കർ അല്ലെ. പേയിങ് ബാങ്കറിൽ കൗണ്ടറിൽ പേയി പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ, കൗണ്ടറിൽ ആ ചെക്കുമായിട്ട് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടും. പേയുടെ കയ്യിൽ, പേയ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ക്യാഷ് ആരാണോ ചെക്ക് മാറി വാങ്ങിക്കുന്ന ആളാണല്ലോ പേയ്. അപ്പം പേയിങ് ബാങ്കർ ആരാണോ അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടറിൽ എന്താ പറയാ കൗണ്ടറിൽ ക്യാഷ് ആയിട്ട് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ചെക്ക് എന്നും അതിനെ പറയും കേട്ടോ. അപ്പൊ രണ്ട് ടൈപ്സ് ആയിട്ടും പറയും, ഓർഡർ ചെക്ക്, രണ്ടിലും കാര്യം ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ബിയറർ ചെക്ക് അല്ലെങ്കിൽ ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ചെക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ചെക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോയി കൗണ്ടറിൽ ഏത് ബാങ്കിലാണോ പറഞ്ഞിരിക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മാറാനായിട്ട് കഴിയും. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഈ ചെക്ക് തരുന്ന ആളുടെ അക്കൗണ്ടിൽ എന്തുണ്ടായിരിക്കണം, മണി എമൗണ്ട് ഉണ്ടായിരിക്കണം. ശരിയല്ലേ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കത് ചെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി മാറി അപ്പൊ ആ ടൈമിൽ തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടും. അതാണ്, അങ്ങനെയുള്ള ഒരു ചെക്കാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ അത് അത്രയും പഠിക്കാനുള്ളൂ. ഇനി ക്രോസ്ഡ് ചെക്ക്, അതിലാണ് കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ് ക്രോസ്ഡ് ചെക്ക് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ആ എമൗണ്ട് ആർക്കാണോ കിട്ടേണ്ടത്, അതെങ്കിൽ ഏത് കമ്പനിക്കാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണോ അത് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം അങ്ങനെ ആ വ്യക്തിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ, ആ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കില്ല, അക്കൗണ്ടിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഏത് വ്യക്തിയാണോ ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ ആ വ്യക്തിയുടെ കയ്യിലായിരിക്കില്ല കിട്ടുന്നത്, എങ്ങനെയായിരിക്കും, അക്കൗണ്ടിലേ കിട്ടുകയുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? ഇപ്പൊ എനിക്കാണ് ഒരാൾ ചെക്ക് തന്നത് എങ്കിൽ ഞാനത് ബാങ്കിൽ കൊണ്ടുപോകുന്നത്, അപ്പൊ എനിക്ക് കൗണ്ടറിൽ ഒരിക്കലും പൈസ കിട്ടില്ല. എനിക്ക് എങ്ങനെയാ കിട്ടുക, എനിക്ക് അക്കൗണ്ട് ഉണ്ടാവണം. എന്നിട്ട് ആ അക്കൗണ്ടിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ ചെക്ക് തന്ന ആൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ചെക്ക് തരുന്നത്. പക്ഷെ ഞാൻ ചെക്ക് മാറാൻ പോകുന്ന പേയി ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കും എന്ത് വേണം, അക്കൗണ്ട് വേണം. അപ്പൊ എന്റെ അക്കൗണ്ടിൽ മാത്രമേ ആ ക്യാഷ് ട്രാൻസാക്ട് ചെയ്ത് തരികയുള്ളൂ. അങ്ങനെയുള്ള ചെക്കാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓപ്പൺ ചെക്കിൽ കൗണ്ടറിൽ ക്യാഷ് തരും, മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഇവിടെ അങ്ങനെയല്ല, അക്കൗണ്ടിൽ ഇട്ടേ തരുള്ളൂ, ക്യാഷ് ആയിട്ട് കയ്യിൽ തരില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. Crossed check is not payable over the counter but shall be collected only through a banker. ഒരു ബാങ്കറിലൂടെ കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ബാങ്കർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം. ബാങ്കർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പേയ്ക്ക് എന്താണ്, ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം. അപ്പൊ അതൊരു വേറൊരു ബാങ്കറാണ്, ശരിയല്ലേ? അപ്പൊ ആ അക്കൗണ്ടിലോട്ടേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ക്രോസ്ഡ് ചെക്ക് ഈസ് നോട്ട് പേയബിൾ ഓവർ ദ കൗണ്ടറിൽ പേയബിൾ അല്ല, then but shall be collected only through a banker. അല്ലെ, അത് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം, ബാങ്കറിലൂടെ കളക്ട് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് അക്കൗണ്ട് വേണം, അത്രേ ഉള്ളൂ ഇതിനകത്ത്. The amount payable for crossed check is transferred to the bank account of the payee. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലെ, പേയുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസാക്ട് ചെയ്യുന്നു. ആ ഒരു രീതിയാണ് ഈ ക്രോസ്ഡ് ചെക്കിന്റെ രീതി. ഓക്കെ, ആരാണോ ചെക്ക് മാറാനായിട്ട് പോകുന്നത്, ആർക്കാണോ എമൗണ്ട് കിട്ടേണ്ടത് ആ വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്, അതിനകത്ത് മാത്രം ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കും. അല്ലെ, ദ എമൗണ്ട് ഓഫ് പേയബിൾ ഫോർ ക്രോസ്ഡ് ചെക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയ്. ട്രാൻസ്ഫേർഡ് ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയ്, പേയുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. Okay, then it is an instruction to the paying banker and not over the counter. അല്ലെ, ബാങ്കിലേക്ക് പേ ചെയ്യണം, ബാങ്കിലൂടെ തന്നെ അക്കൗണ്ടിലൂടെ തന്നെ പേ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, നോട്ട് ബൈ ദ കൗണ്ടർ. കൗണ്ടറിലൂടെ പേ ചെയ്യാൻ ഇത് ഈ ക്രോസ്ഡ് ചെക്കിൽ കഴിയില്ല. ചെക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൗണ്ടറിലൂടെ പേ ചെയ്യാനായിട്ട് കഴിയില്ല. then it secures the payment. അത് പേയ്മെന്റിനെ സെക്യൂർ ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെ, ഈ ക്യാഷ് ഡയറക്റ്റ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കുമല്ലോ. അപ്പൊ അക്കൗണ്ട് ത്രൂ ആവുമ്പം എല്ലാം അതിൻ്റെതായ രീതിയിൽ പോകുമല്ലോ, ശരിയല്ലേ? അപ്പം ഇറ്റ് സെക്യൂർസ് ദ പേയ്മെന്റ്. ഇത് എന്തിനെ സെക്യൂർ ചെയ്യുന്നു, പേയ്മെന്റിനെ സെക്യൂർ ചെയ്യണം. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ, then it traces the person who receiving the amount. ഇത് ട്രേസ് ചെയ്യും, ആരാണ് ഈ എമൗണ്ട് കൈപ്പറ്റുന്നത്, ഇതിന്റെ സോഴ്സ് എന്താണ്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് അത്, ശരിയല്ലേ? ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പം നമ്മൾ ഇപ്പൊ ആരാണ് ഇത് കൈപ്പറ്റുന്നത്, ആ കൈപ്പറ്റുന്ന ആൾക്ക് മറ്റേ ആൾ കൊടുക്കേണ്ട ആ കാര്യം എന്താണ്, അതല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ട്. അല്ലെ, ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് ട്രേസ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ, ശരിക്കും ആണല്ലോ? അപ്പൊ വലിയ എമൗണ്ടുകൾക്കൊക്കെയാണ് പ്രത്യേകിച്ചും ഇങ്ങനെ വരുന്നത്, അല്ലെ? അപ്പൊ അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. നമുക്ക് അക്കൗണ്ടിൽ നമുക്ക് പതുക്കെ അത് വിഡ്രോ ചെയ്യാം.
അല്ലെ, ഒരു എമൗണ്ട് ഓഫ് മണി, പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി അങ്ങനെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്തെടുക്കാം അങ്ങനെ. അപ്പൊ ഇത് ശരിക്കും ആ പേയി ആരാണ് എന്ന് പറഞ്ഞിട്ട് ട്രേസ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ, അപ്പൊ അതാണ് ക്ലോസ്ഡ് ചെക്ക്. അപ്പൊ അക്കൗണ്ട് ത്രൂ മാത്രം ട്രാൻസാക്ട് ചെയ്യാൻ കഴിയുന്ന ചെക്ക്, കൗണ്ടറിൽ ക്യാഷ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയാത്ത ചെക്കാണ് ക്ലോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അത് ക്രോസ് ചെയ്യുന്നത്, എത്ര ടൈപ്സ് ഉണ്ടെന്നും കൂടെ നമുക്ക് പഠിച്ചാൽ അത് ക്ലിയർ ആവും, കംപ്ലീറ്റ് ആവും ആ ടോപ്പിക്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ടൈപ്സ് അതിൽ 3 ടൈപ്സ് ഉണ്ട്. ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്, റെസ്ട്രിക്റ്റീവ് ചെക്ക്, റെസ്ട്രിക്റ്റീവ് ക്രോസ്. ഓക്കെ, അങ്ങനെ ജനറൽ ക്രോസ്, സ്പെഷ്യൽ ക്രോസ്, റെസ്ട്രിക്റ്റീവ് ക്രോസ്, അങ്ങനെ 3 തരത്തിലുള്ള ക്രോസിംഗ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അതായത് ഈ ചെക്കിന്റെ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ ഇങ്ങനെ 2 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് ചെക്ക് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ചെക്ക് അതിന്റെ ലെഫ്റ്റ് സൈഡില് കോർണറിൽ, മുകളില് കോർണറിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതാണ് ചെക്ക് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡില് കോർണറിൽ 2 പാരലൽ ലൈൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഒബ്ലീക്ക് എന്ന് പറയും ഇതിന്, അല്ലെങ്കിൽ പാരലൽ ലൈൻസ് അല്ലെ, സമാന്തര രേഖകൾ എന്ന് പറയില്ലേ. ഓക്കെ, അതിൽ വരച്ചിട്ട് ഒന്നോ നോട്ട് നെഗോഷിയബിൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ആൻഡ് കോ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അക്കൗണ്ട് പേയിയുടെ നെയിം, അക്കൗണ്ട് പേയി എന്ന് മാത്രം എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ എന്താണ് നോട്ട് നെഗോഷിയബിൾ, അതല്ലെങ്കിൽ ആൻഡ് കോ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ട് പേയി. അപ്പൊ ഇത് എവിടെയാണ്, കോർണറിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഏത് ജനറൽ ക്രോസിംഗിൽ അങ്ങനെയാണ് കേട്ടോ. ജനറൽ ക്രോസിംഗിൽ എങ്ങനെയാണ്, ജനറൽ ക്രോസിംഗിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഇങ്ങനെ പാരലൽ ആയിട്ട് വെച്ചിട്ട് ഒന്നോ നോട്ട് നെഗോഷിയബിൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, ആൻഡ് കോ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ട് പേയി എന്ന് എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം ആ ഒരു പർട്ടിക്കുലർ പേഴ്സണ് മാത്രമേ അത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മാറാനായിട്ട് കഴിയുള്ളൂ. മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ മാറാനായിട്ട് കഴിയുള്ളൂ. ഇനിയിപ്പം ഈ ചെക്ക് കളഞ്ഞു പോയി വേറൊരാൾക്ക് കിട്ടിയെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് മാറാനായിട്ട് കഴിയില്ല. മനസ്സിലായോ? അതിനാണ് ചെക്ക് എന്ത് ചെയ്യുന്നത്, ക്രോസ് ചെയ്യുന്നത്. വേറൊരാൾക്ക് അത് മാറാനായിട്ട് കഴിയില്ലല്ലോ. അപ്പം മാറ്റാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ക്രോസ് ചെയ്യുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിനകത്ത് നോട്ട് നെഗോഷിയബിൾ അല്ലെ, നെഗോഷിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫറബിൾ ആണ്. നോട്ട് ട്രാൻസ്ഫറബിൾ എന്ന് വെച്ചാൽ വേറെ വ്യക്തിക്ക്, ഈ പേയി അല്ലാത്ത വേറെ വ്യക്തിയാണോ കൊണ്ടുപോകുന്നെങ്കിൽ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ആൻഡ് കോ അല്ലെങ്കിൽ അക്കൗണ്ട് പേയി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ ഇങ്ങനെ പാരലൽ ലൈൻസിൽ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ ആ പേയി ആരാണോ അയാൾക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഒരു ചെക്ക് മിസ്സാവുകയോ എന്ത് ചെയ്താലും വേറൊരാൾക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പൊ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത് ചെക്ക്. മനസ്സിലായല്ലോ? അത് ജനറൽ ക്രോസിംഗ്. ഇനി അടുത്തത് വന്നിട്ട് സ്പെഷ്യൽ ക്രോസിംഗ്. എന്താണ് സ്പെഷ്യൽ ക്രോസിംഗ്? ഇതിനകത്ത് നമ്മുടെ ഈ പാരലൽ ലൈൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ലൈൻസ് ഒന്നും ഇടില്ല. ഇതേപോലെ കോർണറിൽ എഴുതും, പക്ഷെ എന്താ എഴുതുന്നത് ശരിക്കും പറഞ്ഞാല് നെയിം ഓഫ് ദ ബാങ്കർ. ഓക്കെ, നെയിം ഓഫ് ദ ബാങ്കർ, പേയുടെ നെയിം അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല, ഈ ലൈൻസ് ഉണ്ടാവില്ല, ഈ ഒബ്ലിക് അല്ലെങ്കിൽ ഈ പാരലൽ ലൈൻസ് ഒരിക്കലും ഉണ്ടാവില്ല. അതല്ലാതെ വെറുതെ എഴുതിയിട്ടുണ്ടാവും, കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ്സ്. ഓക്കെ, വിത്തൗട്ട് ദ വേർഡ്സ് എഴുതിയിട്ടുണ്ടാവും. നോട്ട് നെഗോഷിയബിൾ എന്നോ ഈ അക്കൗണ്ട് പേയുടെ നെയിമോ അതല്ലെങ്കിൽ ബാങ്കറുടെ നെയിമോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും ആ ലൈൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം പാരലൽ ലൈൻസും ആർ നോട്ട്, എന്താ പറയാ, പാരലൽ ലൈൻസ് ആർ നോട്ട് റിക്വയർഡ്. അതിനകത്ത് എന്താ ആവശ്യമില്ല, പാരലൽ ലൈൻസ് ആവശ്യമില്ല. ഓക്കെ, ചിലപ്പം എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നെഗോഷിയബിൾ, നോട്ട് നെഗോഷിയബിൾ എന്ന് എഴുതിയിട്ടുണ്ടാവില്ല. ശരിയല്ലേ? അപ്പം അങ്ങനെ ബാങ്കറുടെ നെയിമോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, പക്ഷെ പാരലൽ ലൈൻസ് ഇല്ലാതെ അങ്ങനെ എഴുതുകയാണെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതും അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയാണോ ആ വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മാറാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ്സ്. ചിലപ്പോൾ വേർഡ്സ് ഉണ്ടാവും, ചിലപ്പോൾ വേർഡ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ പേരായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിക്കോളൂ, റെസ്ട്രിക്റ്റീവ് ചെക്ക് എന്ന് പറയുന്നത് ഇറ്റ് റെസ്ട്രിക്ട്സ് ദ നെഗോഷിയബിലിറ്റി. ഇത് എന്തിനെയാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? നെഗോഷിയബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി ആണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. അക്കൗണ്ട് ഓഫ് ദ പേയി ഓർ പാർട്ടി നെയിംഡ് അല്ലെ, എന്താണ് അക്കൗണ്ട്, പേയുടെ അക്കൗണ്ട് അതല്ലെങ്കിൽ പാർട്ടിയുടെ നെയിം അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. പാർട്ടിയുടെ നെയിം അല്ലെങ്കിൽ അക്കൗണ്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതും അതേപോലെ അക്കൗണ്ടിലൂടെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ റെസ്ട്രിക്റ്റീവ് ചെക്ക് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് പാർട്ടിയുടെ നെയിം ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് അല്ലേ, അല്ലെങ്കിൽ അക്കൗണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇതേപോലെ തന്നെ അക്കൗണ്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ,
ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ് ചെക്ക് എന്ന് പറയുന്നത്, ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. എന്താ പറയുക, ഇറ്റ് റെസ്ട്രിക്ട്സ് ദ നെഗോഷ്യബിലിറ്റി, ഇതിനെ ട്രാൻസ്ഫറബിലിറ്റിയെ എന്ത് ചെയ്യുന്നു, അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അക്കൗണ്ട് ഓഫ് ദ പേയി അല്ലെങ്കിൽ പാർട്ടി നെയിംഡ്, അല്ലെ, പാർട്ടിയുടെ നെയിം, അക്കൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ലാസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ക്രോസിംഗ് ചെക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സ്പെഷ്യൽ ക്രോസിംഗിനകത്ത് എഴുതും, പക്ഷെ പാരലൽ ലൈൻസ് ഉണ്ടാവില്ല. അതാണ് ഒരു വ്യത്യാസം, അത്രേ ഉള്ളൂ വ്യത്യാസം. ജനറൽ ക്രോസിംഗിൽ ഇങ്ങനെ പാരലൽ ലൈൻസിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായോ? അത് രണ്ടെണ്ണമാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, അക്കൗണ്ട് വഴി മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെ, എന്താണ്, കൗണ്ടറിൽ ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അതാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞാൽ കൗണ്ടറിൽ കളക്ട് ചെയ്യാൻ കഴിയും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ. അപ്പൊ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിലില്ല. അപ്പൊ ചെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. മാക്സിമം ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ദെൻ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.